നമസ്കാരം. ലൈംഗികാരോപണ കേസുകളിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ പദവിയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ കുറിപ്പ്. ലൈംഗികാരോപണം ഉന്നയിക്കുന്ന സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവരെ അതിജീവിത എന്ന് വിളിക്കണോ അതോ പരാതിക്കാരി എന്ന് വിളിക്കണോ എന്ന ചോദ്യമാണ് ദീപ ജോസഫ് ഉയർത്തുന്നത്. സ്വന്തം സമ്മതമില്ലാതെ അതിക്രമത്തിനിരയായാൽ അവർ അതിജീവിത തന്നെയല്ലേ എന്ന ചോദ്യവും ഇതിനോടകം ചർച്ചയാകുന്നു. നിയമപരമായ വശങ്ങളും പൊതുജനാഭിപ്രായവും തേടിക്കൊണ്ടാണ് ദീപ ജോസഫ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ഒരു സംശയം, ലൈംഗികാരോപണ കേസിൽപ്പെടുന്ന സ്ത്രീകൾ വിവാഹിതയാണെങ്കിൽ അതിജീവിതയാണോ അതോ പരാതിക്കാരിയാണോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ സൈബറിടങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നു. സ്വന്തം അനുവാദമോ സമ്മതമോ ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അവർ തീർച്ചയായും അതിജീവിത തന്നെയല്ലേ എന്നും അവർ ചോദിക്കുന്നു. ഈ വിഷയത്തിൽ കോടതി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് കുറിപ്പിലെ പ്രധാന ആവശ്യം. ലൈംഗിക അതിക്രമം നേരിടുന്ന ഏതൊരു വ്യക്തിയെയും അതിജീവിത എന്ന് വിളിക്കുന്നതാണ് നിലവിലെ രീതി. എന്നാൽ വിവാഹിതരായ സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിന് നിയമപരമായ സാമൂഹികമായ മാറ്റമുണ്ട് എന്ന സംശയമാണ് ഇവിടെ ഉയർന്നത്. പാവം പ്രജ എന്ന പേരിൽ പങ്കുവച്ച ഈ കുറിപ്പ് പൊതുജനാഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു സംശയം, ലൈംഗികാരോപണ കേസിൽപ്പെടുന്ന സ്ത്രീകൾ വിവാഹിതയാണെങ്കിൽ അതിജീവിതയാണോ അതോ പരാതിക്കാരിയാണോ? വെറുതെ ഒരു സംശയം അറിയാൻ വേണ്ടി ചോദിച്ചതാ. സ്വന്തം അനുവാദമോ സമ്മതമോ ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ തീർച്ചയായും അതിജീവിത തന്നെയല്ലേ? എന്താ കോടതി പറയുന്നത്? ഇക്കാര്യത്തിൽ കോടതി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അല്ല, എന്താ പൊതുജനാഭിപ്രായം? എന്റെ അറിവുകേട് കൊണ്ട് ചോദിച്ചതാ പാവം പ്രജ എന്നാണ് ആ പോസ്റ്റ്. ലൈംഗിക അതിക്രമ കേസുകളിൽ സ്ത്രീകളുടെ വിവാഹബന്ധം അവരുടെ നിയമപരമായ പദവിയെ ബാധിക്കില്ല എന്നിരിക്കെ ഇത്തരം സംശയങ്ങൾ നിയമവൃത്തങ്ങളിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. സമ്മതമില്ലാത്ത ശാരീരിക ബന്ധം എപ്പോഴും കുറ്റകരമാണെന്നിരിക്കെ അതിനെ അതിജീവിച്ചവർക്ക് നൽകേണ്ട ആദരവിനെ കുറിച്ചും ഈ പോസ്റ്റ് പരോക്ഷമായി സംസാരിക്കുന്നു. എന്തായാലും ദീപ ജോസഫിന്റെ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നിയമപരമായ വ്യക്തതയേക്കാൾ ഉപരിയായി ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹം സ്ത്രീകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലേക്ക് ഈ പോസ്റ്റ് വിരൽ ചൂണ്ടുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു പോസ്റ്റ് ദീപ പങ്കുവച്ചിരുന്നു. രാഹുലിനെതിരെ ഇപ്പോൾ ദുബായ് കേന്ദ്രമാക്കി പുതിയൊരു പീഡന തിരക്കഥ അണിയറയിൽ ഒരുങ്ങുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റ്. കേരളം വ്യാജ അതിജീവിതന്മാരുടെ നാടാകുന്നു. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അതും ദുബായ് ബേസ്ഡ് ആണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും. അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കെട്ടിയവരെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശ്ശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരളം ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തുമുള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കനിയണം. വ്യാജരെ നിർവ്യാജമകത്തിടാൻ പോലീസിന് സഹായം ഉണ്ടാകണം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഒരു പണിയുമില്ലാത്ത സത്യസന്ധത തൊട്ട് തേച്ചിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായ ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ട് പകച്ചത്. ഞാൻ ഒരു അതിജീവിതയെ ആരുടെയൊക്കെ ഗർഭം അലസിപ്പിച്ചു, ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തു, മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്സ് നമോവാകാം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവളായിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളും പീഡകനെ മന്ത്രിയും MLA ആക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റ്.